വിനോദ് കൃഷ്ണ, +2 വിദ്യാർത്ഥി, ബ്രില്യൻ സ്റ്റുഡൻറ്, ഫോട്ടോഗ്രാഫർ കൃഷ്ണൻ്റെ മകൻ. അമ്മയുണ്ട്, കൂടാതെ ഒരു അനിയത്തിയുണ്ട്. സ്കൂൾ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. ഒരുപാട് കൂട്ടുകാരുള്ള ഇവനിലൂടെയാണ് നമ്മൾ ഈ നഗരത്തിൽ ലഹരി മരുന്നിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകുന്നത്. ഐ വാണ്ട് ഹിം. See you. Bye. ഹായ് വിനോദ് കൃഷ്ണ. ഹായ്. ഞാൻ സിംഗപ്പൂർ ബേസ്ഡായ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഇവിടുത്തെ മാനേജറാണ്. ഞാൻ വിനോദിനോട് ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് വന്നത്. പറയൂ സാർ. ഞങ്ങളുടെ കമ്പനി ഇവിടെ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുന്നുണ്ട്. വിനോദ് കൃഷ്ണയെയാണ് ടീമിന്റെ ക്യാപ്റ്റനായി തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു സാർ. ആർ യു ഹാപ്പി? യാ. എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നവരെ ഈ വിവരം ആരോടും പറയേണ്ട. സ്വന്തം കൂട്ടുകാരനായ അശ്വിനോട് പോലും. പിന്നെ ആദ്യമായിട്ട് കാണുകയല്ലേ, ഒരു മധുരം കഴിച്ചുകൊണ്ടാവാം നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച. താങ്ക് യു. അപ്പോൾ നാളെ ഈവനിങ് ഷാർപ്പ് 6 o'clock സൗത്ത് ബീച്ച്. സമझा? ഹായ് അങ്കിൾ. ഹായ് വിനോദ്. ഹായ്. വിനോദ് ഷാർപ്പാണല്ലോ. ആ, ഞാൻ 5:45 വന്നു അങ്കിൾ. ഗുഡ്. ഞാൻ വിനോദ് പങ്ക്ച്വലാണോ എന്ന് നോക്കുകയായിരുന്നു. അങ്കിൾ, അന്ന് തന്ന ചോക്ലേറ്റ് കയ്യിലുണ്ടോ? ചോക്ലേറ്റ് അത്രയ്ക്ക് ഇഷ്ടമായോ? ആ, അതെവിടെ വാങ്ങിക്കാൻ കിട്ടും? അത് ഞങ്ങളുടെ കമ്പനി നിർമ്മിക്കുന്ന ചോക്ലേറ്റാണ്. അത് പുറത്ത് കിട്ടില്ല. ചോക്ലേറ്റ് വേണോ? ആ, വേണം. ആ, ഇതല്ലേ ചോദിച്ചത്? താങ്ക് യു. അച്ഛാ, പിന്നെ ഒരു കാര്യം, നാളെ ഞങ്ങളുടെ ബോസ് വരും. ഞാൻ നിന്നെ കൂട്ടിയിട്ട് പോവാം. ഓക്കെ. ഗുഡ്. ഓക്കെ സാർ. നാളെ സെയിം ടൈം സെയിം പ്ലേസ്. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ. അച്ഛാ അച്ഛാ. സ്വീറ്റ് ബോയ്. എന്തു പറ്റി വിനോദ്? എടാ, ഞാനൊന്നും സ്കൂളിലേക്കില്ല. എന്തോ ഭയങ്കര തലവേദന. നീ പോയിക്കോ, ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ, ബൈ. ടേക്ക് കെയർ. ഓക്കെ, ബൈ. ഹായ് വിനോദ് കൃഷ്ണ, ഹൗ ആർ യു? ഫൈൻ സാർ. ഞങ്ങളുടെ ചോക്ലേറ്റ് ഇഷ്ടമായോ? യാ. എനിക്കൊരു ചോക്ലേറ്റ് കൂടി തരുമോ സാർ? തരാലോ. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ചോക്ലേറ്റ്. ഇങ്ങനെ ഫ്രീ ആയിട്ട് എപ്പോഴും തരാൻ പറ്റില്ല. നാളെ കൂട്ടുകാരൻ അശ്വിനെ കൂട്ടിയിട്ട് വരൂ. അപ്പോൾ നമ്മൾ വിനോദിന് ഫ്രീ ആയിട്ട് തരാം. അങ്ങനെ നമ്മളൊരു ചോക്ലേറ്റ് ക്ലബ് ഉണ്ടാക്കുന്നു, ഈ ചോക്ലേറ്റ് കമ്മ്യൂണിറ്റി. വിനോദാണ് അതിൻ്റെ ലീഡർ. ആ കമ്മ്യൂണിറ്റിയുടെ കൊണ്ടുവരില്ലേ? ഇതാ. താങ്ക് യു. ഹാവ് ഇറ്റ്. ഗുഡ്. വിനോദ്, എന്തു പറ്റി? എന്താടാ പറ. വിനോദ്, ഇതാ വെള്ളം കുടിക്ക്. എന്തു പറ്റിയടാ? എനിക്കൊന്നുമില്ല, നീ പോ. നീ കാര്യം പറടാ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നീ പോയിക്കോ സ്കൂളിൽ. എന്നെ ഒന്ന് തനിച്ച് വിട്.
ഹായ് അങ്കിൾ. ഹായ്. വേർ ഇസ് അശ്വിൻ? ചോദിച്ചത് കേട്ടില്ലേ? വേർ ഇസ് അശ്വിൻ? അശ്വിനെ ഞാൻ കൊണ്ടുവരില്ല. അവൻ എൻ്റെ ഫ്രണ്ടാ. നിങ്ങൾ എനിക്ക് തന്നത് ഡ്രഗ്സ് അല്ലേ? യു ഗോട്ട് ഇറ്റ്. വില കൂടിയ ചോക്ലേറ്റ് ആണ് ഞാൻ തന്നത്. ഡ്രഗ് മിക്സ്ഡ് ചോക്ലേറ്റ്. എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. അമ്മേ, എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. എൻ്റെ അനിയത്തി പാറു. അശ്വിനെ നിനക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എനിക്കൊരു ചോക്ലേറ്റ് താ. എങ്കിൽ ഞാനൊരു ഉപായം പറയാം. നിന്റെ അമ്മയുടെ കഴുത്തിൽ സ്വർണ്ണമില്ലേ, ആഭരണങ്ങൾ, ജ്വൽസ്, അതെല്ലാം മോഷ്ടിച്ച് വിൽക്കൂ. അതല്ലെങ്കിൽ വല്ല കടകളും കുത്തി തുറന്ന് മോഷ്ടിച്ച് വിൽക്കൂ. കാശുണ്ടാക്കൂ. നീ സ്റ്റുഡൻ്റ് ആവുമ്പം ആരും നിന്നെ തിരിച്ചറിയില്ല. ഇതൊന്നും പറ്റില്ലെങ്കിൽ പോയി ചാക്. ബദ്മാഷ്. മർ ജാവോ. അങ്കിൾ എന്നെ രക്ഷിക്കോ. എനിക്കൊരു ചോക്ലേറ്റ് തരുമോ അങ്കിൾ? ലോകമറിയുന്ന ക്രിക്കറ്റ് പ്ലെയർ ആകണം, ഇന്ത്യൻ ആർമിയിൽ ഫൈറ്റർ പ്ലെയിനിന്റെ പൈലറ്റ് ആകണം എന്നൊക്കെ നീ എന്നോട് പറയാറില്ലേ? നീയാണടാ എന്റെ റോൾ മോഡൽ. ഈ നിസ്സാര കാര്യത്തിന് നീ തളരല്ലേ. എല്ലാത്തിനും വഴിയുണ്ട്. ഫാദറിനെ കാണാം. പോലീസ് സ്റ്റേഷൻ KL 566408. ആ ഓക്കെ സർ. വിഷമിക്കണ്ടോ. 2 തെറ്റുകളാണ് ഞാൻ ചെയ്തത്. ഒന്ന്, അപരിചിതൻ്റെ കയ്യിൽ നിന്നും ചോക്ലേറ്റ് വാങ്ങി കഴിച്ചു. രണ്ടാമത്തത്, ഈ വിവരം എൻ്റെ ഫ്രണ്ട്സിനോടോ അമ്മയോടോ അച്ഛനോടോ അധ്യാപകരോടോ ഒന്നും പറഞ്ഞില്ല.